പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാവ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവമനുഷ്യരോട് മാനുഷിക രീതിയിൽ സംസാരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ശരിയായി വ്യാഖ്യാനിക്കുന്നതിന് മാനുഷിക ഗ്രന്ഥകാരന്മാർ യഥാർത്ഥത്തിൽ എന്ത് വ്യക്തമാക്കാനാണ് ഉദ്ദേശിച്ചതെന്നും അവരുടെ വാക്കുകൾ വഴി നമുക്കായി എന്ത് വെളിപ്പെടുത്തുമെന്നും ദൈവം തിരുവള്ളമായതെന്നും വായനക്കാരൻ്റെ ഗ്രഹിക്കണം. വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച അർത്ഥം ഗ്രഹിക്കുന്നതിന് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അവരുടെ കാലത്തെ സാഹിത്യരൂപത്തിലുടെയും പ്രത്യേകതകളും അക്കാലത്തെ ചിന്തയുടെയും ഭാഷണത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെ രീതികളും നാം ശ്രദ്ധിക്കണം. കാരണം ആവിഷ്കാര സത്യം വിവരിക്കുന്ന വിവിധ രീതികളിൽ വ്യത്യസ്തങ്ങളായ ചരിത്രരചനകളുടെയോ പ്രവചന രൂപത്തിലോ കാവ്യരൂപത്തിലോ മറ്റേതെങ്കിലും സാഹിത്യരൂപത്തിലോ ഉള്ള രചനകളുടെയോ അവതരിപ്പിക്കപ്പെടുന്നു. വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമായതിനാൽ ശരിയായ വ്യാഖ്യാനത്തിനുള്ളതല്ല. അപ്രധാനമല്ലാത്ത മറ്റൊരു തത്വം കൂടിയുണ്ട്. ഈ തത്വത്തിൻ്റെ അഭാവത്തിൽ വിശുദ്ധ ഗ്രന്ഥം വെറും മൃദക്ഷരങ്ങളായി നിലകൊള്ളുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ അതേ ആത്മാവിൻ്റെ പ്രകാശനത്തിന് മാത്രമേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാവൂ. വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്ക് പ്രചോദനം നൽകിയ പരിശുദ്ധാത്മാവ് വിധേയമായി വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിനും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 3 മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ്റെയും ഉള്ളടക്കത്തിലും ഏകതാതനിലും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുക. കാരണം ബൈബിളിലെ പുസ്തകങ്ങൾ തമ്മിൽ വ്യത്യാസം കൊണ്ടെങ്കിലും ബൈബിളിൻ്റെ പ്രതിപാദനത്തിൽ ഐക്യം കാണാൻ കഴിയും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ ഐക്യത്തിനാധാരം ദൈവിക പദ്ധതിയുടെ ഐക്യമാണ്. പ്രസ്തുത പദ്ധതിയുടെ കേന്ദ്രം യേശുക്രിസ്തു തന്നെയാണ്. അവിടുത്തെ പെസഹയ്ക്ക് ശേഷമാണ് ഹൃദയം തുറക്കപ്പെട്ടത്. ഹൃദയം എന്ന പദം ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നു. പീഡാനുഭവത്തിന് മുൻപ് അവിടുത്തെ ഹൃദയം അടഞ്ഞിരുന്നു. കാരണം വിശദീകരണങ്ങൾ അവ്യക്തമായിരുന്നു. എന്നാൽ പീഡാനുഭവത്തിന് ശേഷം അത് തുറക്കപ്പെട്ടു. കാരണം അപ്പോൾ മുതൽ തുര്യലിഖിതം ഗ്രഹിച്ചവർ പ്രവചനങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ആലോചിക്കുകയും വിവേചിച്ചറിയുകയും ചെയ്തു. സഭ മുഴുവൻ്റെയും സജീവ പാരമ്പര്യത്തിൽ ബൈബിൾ വായിക്കണം. സഭാപിതാക്കന്മാരുടെ അഭിപ്രായമനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് മുഖ്യമായും സഭയുടെ ഹൃദയത്തിലാണ്, അല്ലാതെ കടലാസ് രേഖകളിലല്ല. കാരണം സഭ അവരുടെ പാരമ്പര്യത്തിൽ ദൈവവചനത്തിൻ്റെ ജീവസ്മരണ പുലർത്തുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആധ്യാത്മിക വ്യാഖ്യാനം സഭയ്ക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സാധാർമ്മ്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. വിശ്വാസ സാധാർമ്മ്യം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് വിശ്വാസ സത്യങ്ങൾ തമ്മിലും അവയ്ക്ക് ആവിഷ്കാര പദ്ധതി മുഴുവനോടുമുള്ള സമന്വയമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അർത്ഥങ്ങൾ. ഒരു പ്രാചീന പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിന് 2 തരം അർത്ഥങ്ങൾ വേർതിരിച്ചു കാണാറുണ്ട്: വാച്യാർത്ഥവും ആധ്യാത്മിക അർത്ഥവും. ആധ്യാത്മിക അർത്ഥം തന്നെ വീണ്ടും പ്രതീകാത്മകവും ധാർമ്മികവും സനാതനവുമായ അർത്ഥതലങ്ങൾ കാണാം. ഈ 4 അർത്ഥതലങ്ങളുടെയും സമന്വയത്തിലൂടെ മാത്രമേ സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സജീവ പാരായണം വഴി അതിൻ്റെ പൂർണ്ണ സമ്പത്ത് ലഭ്യമാകൂ. വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും വാക്യവിശകലനത്തിൽ നിന്ന് അനാവൃതമാകുന്നതുമായ അർത്ഥമാണ് വാച്യാർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മറ്റെല്ലാ അർത്ഥങ്ങളും വാച്യാർത്ഥത്തിൽ അധിഷ്ഠിതമാണ്. ആധ്യാത്മിക അർത്ഥം. ദൈവിക പദ്ധതിയുടെ ഐക്യനിമിത്തം വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കുകൾ മാത്രമല്ല, അവ പ്രതിപാദിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സംഭവങ്ങളും അടയാളങ്ങൾ ആയിരിക്കാം. പ്രതീകാത്മക അർത്ഥം. ബൈബിളിലെ സംഭവങ്ങളെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ അവയെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന്, ഇസ്രായേൽക്കാർ ചെങ്കടൽ കടക്കുന്നത് ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെയും തന്മൂലം ക്രിസ്തീയ മാമോദീസായുടെയും അടയാളമാണ്. ധാർമ്മിക അർത്ഥം. വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന സംഭവങ്ങൾ ധാർമ്മികമായ പ്രവർത്തനത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അവ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഉത്ബോധനത്തിനു വേണ്ടിയാണ്. സനാതന അർത്ഥം. വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്ന വസ്തുക്കളുടെയും സംഭവങ്ങളെയും നമ്മുടെ യഥാർത്ഥ ജന്മനാട്ടിലേക്ക് ആനയിക്കുന്ന അവയുടെ സനാതന മൂല്യത്തിൻ്റെ വെളിച്ചത്തെ നോക്കി കാണാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ഭൂമിയിലെ സഭ സ്വർഗീയ ജെറുസലേമിൻ്റെ പ്രതീകമാണ്. ഈ 4 അർത്ഥതലങ്ങളുടെ പ്രാധാന്യം ഒരു മധ്യകാല പദ്യശകലത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട്. മുകളിൽ പ്രസ്താവിച്ച മാർഗനിർദ്ദേശമനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടുതൽ ഉൾക്കാഴ്ച നേടാനും അത് വിശദീകരിക്കാനും ഉതകുന്ന ഗവേഷണം വഴി
പക്വതയാർന്ന തീരുമാനങ്ങൾ എടുക്കാൻ സഭയെ സഹായിക്കുകയാണ് ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ചുമതല. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാന രീതിയെ സംബന്ധിച്ച് പറഞ്ഞതെല്ലാം ദൈവവചനം പരിരക്ഷിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ദൈവദത്തമായ ദൗത്യവും ശുശ്രൂഷയും സ്വീകരിച്ചുള്ള സഭയുടെ അന്തിമമായ വിധിതീർപ്പിന് വിധേയമാണ്. കത്തോലിക്കാ സഭയുടെ പ്രബോധനാധികാരം എന്നെ പ്രേരിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടിക. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ ഏതെല്ലാം ലിഖിതങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് വിവേചിച്ചറിയാൻ സഭയെ അപ്പസ്തോലിക പാരമ്പര്യം സഹായിച്ചു. ഈ പൂർണ്ണമായ പട്ടിക വിശുദ്ധ ഗ്രന്ഥ കാനാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാനാൻ അനുസരിച്ച് പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും ജെറമിയായും വിലാപങ്ങളും ഒരു പുസ്തകമായി പരിഗണിച്ച 45 പുസ്തകങ്ങൾ. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും ആണുള്ളത്. പഴയ നിയമം: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്രാ, നെഹമ്യ, തോബിത്ത്, യൂദിത്ത്, എസ്തോർ, 1 മക്കമായർ, 2 മക്കമായർ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗം, ഉത്തമഗീത, ജ്ഞാനം, പ്രഭാഷകൻ, യെശയ്യാ, ജെറമിയ, വിലാപങ്ങൾ, ബാറുഖ്, എസക്കിയേൽ, ദാനിയേൽ, ഓസിയാം, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹൂം, ഹബക്കുക്ക്, സെഫാനിയ, ഹഗ്ഗായ്, സഖറിയ, മലാക്കി. പുതിയ നിയമം: മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവയുടെ സുവിശേഷങ്ങൾ. അപ്പസ്തോലന്മാർ, പ്രവർത്തനങ്ങൾ, വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങൾ, റോമ, 1 കൊറിന്തോസ്, 2 കൊറിന്തോസ്, ഗലാത്തിയ, എഫെസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, തീത്തോസ്, ഫിലോമോൻ, ഹെബ്രായർക്കുള്ള ലേഖനങ്ങൾ, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ് എന്നീ ലേഖനങ്ങൾ. വെളിപാട്. പഴയ നിയമം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അപരിത്യാജ്യ ഘടകമാണ് പഴയ നിയമം. അതിലെ പുസ്തകങ്ങൾ ദൈവനിവേശിതങ്ങളും സനാതന മൂല്യം ഉള്ളവയും ആണ്. കാരണം പഴയ ഉടമ്പടി ഒരിക്കലും റദ്ദാക്കപ്പെട്ടിട്ടില്ല. പഴയ നിയമത്തിലെ രക്ഷാകര പദ്ധതിയുടെ പ്രകടമായ ലക്ഷ്യം എല്ലാ മനുഷ്യരുടെയും രക്ഷാകരമായ ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് വഴിയൊരുക്കുക എന്നതായിരുന്നു. അപൂർണങ്ങളും താൽക്കാലികങ്ങളുമായ പല കാര്യങ്ങളും പഴയ നിയമം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും പഴയ നിയമ പുസ്തകങ്ങൾ ദൈവത്തിൻ്റെ രക്ഷാകര സ്നേഹത്തെ സംബന്ധിക്കുന്ന ദൈവിക ബോധന സമ്പ്രദായത്തിന് മുഴുവനും സാരഥ്യം വഹിക്കുന്നു. ഈ ലിഖിതങ്ങൾ ദൈവത്തെ സംബന്ധിക്കുന്ന ഉദാത്ത പ്രബോധനത്തിൻ്റെയും മനുഷ്യജീവിതത്തെ സംബന്ധിക്കുന്ന രക്ഷാകരമായ വിജ്ഞാനത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും ആശ്ചര്യകരമായ ഒരു നിക്ഷേപമാണ്. ഈ ലിഖിതങ്ങളിൽ തന്നെ നമ്മുടെ രക്ഷയുടെ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നു. ക്രിസ്ത്യാനികൾ പഴയ നിയമത്തെ യഥാർത്ഥ ദൈവവചനമായി ആദരിക്കുന്നു. പുതിയ നിയമം പഴയ നിയമത്തെ റദ്ദാക്കിയെന്ന നാട്യത്തിൽ പഴയ നിയമത്തെ നിരാകരിക്കുന്ന ചിന്താഗതിയെ സഭ എന്നും ശക്തമായി ചെറുത്തിയിട്ടുണ്ട്.